നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു ജ്യോതിഷ വിഷയത്തെക്കുറിച്ചാണ്. എം എന്ന അക്ഷരത്തിലെ പേര് തുടങ്ങുന്ന ആളുകളുടെ ജീവിത രഹസ്യങ്ങൾ, അവരുടെ സ്വഭാവം, മനസ്സിന്റെ ശക്തി, ഭാഗ്യം, സാമ്പത്തിക സ്ഥിതി, പ്രണയം, വിവാഹ ജീവിതം, കുടുംബ ബന്ധങ്ങൾ, ഗ്രഹസ്വാധീനം, കർമ്മഫലം, ദോഷങ്ങൾ, ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങൾ, വാസ്തുനിർദ്ദേശങ്ങൾ, ജ്യോതിഷ പരിഹാരങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും പേരോ എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജ്യോതിഷത്തിലെ പേര് എന്നത് വെറും വിളിപ്പേരല്ല. ഓരോ അക്ഷരത്തിനും ഒരു പ്രത്യേക സ്പന്ദന ശക്തിയും ഗ്രഹബന്ധവും ഉണ്ട്. നമ്മുടെ പേരിന്റെ ആദ്യ അക്ഷരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ സ്വാധീനിക്കും, നമ്മുടെ ഭാഗ്യത്തെ ബാധിക്കും, കൂടാതെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യും. എം എന്ന അക്ഷരം ജ്യോതിഷപരമായിട്ട് ശക്തമായ സ്പന്ദനമുള്ള അക്ഷരമാണ്. ഈ അക്ഷരത്തിലെ പേര് തുടങ്ങുന്നവർക്ക് സാധാരണയായി ആഴമുള്ള ചിന്തയുണ്ടായിരിക്കും. ശക്തമായ മനസ്സിനുടമകളായിരിക്കും ഇക്കൂട്ടർ. ആത്മീയ താല്പര്യം കൂടുതലായിട്ട് ഇവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞുള്ള വിജയമാണ് ഇവരിൽ എപ്പോഴും കാണുന്നത്. ഇനി എം എന്ന അക്ഷരത്തിന്റെ ഗ്രഹസ്വാധീനത്തെ കുറിച്ച് പറയാം. ചന്ദ്രന്റെ സ്വാധീനമാണ് ഈ ഒരു എം എന്ന അക്ഷരത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇവർക്ക് വികാരങ്ങൾ ശക്തമായിരിക്കും, കൽപ്പനാശക്തി കൂടുതലായിരിക്കും, മനസ്സ് വേഗത്തിൽ പ്രതികരിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് ആകർഷണം ഉണ്ടാകും. പക്ഷേ ചന്ദ്രസ്വാധീനം കൂടുതലായാൽ മനസ്സിൽ എപ്പോഴും ആശങ്കയായിരിക്കും, മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും, മനോഭാവങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതായിട്ട് ശനിയുടെ സ്വാധീനമാണ്. ശനി സ്വാധീനം കാരണം ജീവിതത്തില് വൈകിയെങ്കിലും വലിയ വിജയം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത്. അത് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സഹനശക്തിയാണ്. നിങ്ങളിൽ സഹനശക്തി വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. കർമ്മഫലം ശക്തമായിട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും എം എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. ഇവർക്ക് വിജയം പെട്ടെന്ന് ലഭിക്കില്ല, പക്ഷെ ഒരിക്കൽ വിജയിച്ചാൽ അത് സ്ഥിരമായിരിക്കും. ഇനി അടുത്തത് ചൊവ്വയുടെ ശക്തിയാണ്. ചൊവ്വയുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്നത് ധൈര്യം, നേതൃഗുണം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, പോരാട്ട മനോഭാവം എന്നിവയാണ്. പക്ഷെ ഇത് നിയന്ത്രിക്കാതെ പോയി കഴിഞ്ഞാൽ കോപം, ആവേശത്തിലെടുത്ത തീരുമാനങ്ങൾ മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അഹങ്കാരം, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി മാനസിക സ്വഭാവവും വ്യക്തിത്വവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. ശക്തമായ മനസ്സിനുടമകളായിരിക്കും ഇവർ. എം എന്ന അക്ഷരക്കാർ വളരെ ഉറച്ച മനസ്സുള്ളവരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആഴത്തിലുള്ള ചിന്തയുള്ളവരായിരിക്കും. ഒരു കാര്യം തന്നെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ അതിരുകടന്ന ചിന്തയായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമാണ്. സ്വന്തം കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കില്ല എന്നുള്ളതാണ്. ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ പോലും മനസ്സിന്റെ ശക്തിയാൽ തരണം ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ഉള്ളില് വളരെ സ്നേഹമുള്ളവരായിരിക്കും. പുറത്ത് കഠിനമായിട്ട് തോന്നിയാലും, കാണുന്നവർക്ക്, പുറമെ നിന്ന് നോക്കുന്നവർക്ക് വളരെ കഠിന ഹൃദയമുള്ളവരായിട്ട് തോന്നിയാലും ഉള്ളിൽ വളരെ സ്നേഹമുള്ള ആളുകളായിരിക്കും നിങ്ങൾ. ഇനി അടുത്തതായിട്ട് ഈ ഒരു എം എന്ന അക്ഷരത്തിന് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. സംഖ്യാശാസ്ത്ര പ്രകാരം എം എന്ന അക്ഷരത്തിന് പ്രത്യേക സംഖ്യാശക്തിയുണ്ട്. ഈ സംഖ്യ നൽകുന്നത് ജീവിതത്തിലെ അപ്രതീക്ഷിത മാറ്റങ്ങളാണ്. സാധാരണ വഴിയല്ലാത്ത ജീവിതപാതയായിരിക്കും. പെട്ടെന്നുള്ള ഉയർച്ചയും ഇടിവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. വ്യത്യസ്തമായിട്ടുള്ള ചിന്താശൈലിക്ക് ഉടമകളായിരിക്കും നിങ്ങൾ. ഇവർക്ക് ജീവിതം സാധാരണ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അവസാനത്തില് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും തൊഴിലിനെയും കുറിച്ച് പറയാം.
എം എന്ന അക്ഷരക്കാർക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ആളുകളായിരിക്കും. ഇക്കൂട്ടർക്ക് വ്യാപാര രംഗത്ത് വിജയം നേടാനായിട്ട് കഴിയും. ഭൂമി, സ്വത്ത് എന്നിവയിൽ ഭാഗ്യം നേടുന്ന ആളുകളാണ് നിങ്ങൾ. മാനേജ്മെന്റ് കഴിവുകളായിരിക്കും നിങ്ങളിൽ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളിലും നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാനായിട്ട് കഴിയും. സാമ്പത്തിക വളർച്ച സാധാരണയായിട്ട് 30 വയസ്സിന് ശേഷം കൂടുതലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്നുള്ള ധനലാഭ സാധ്യതയും ഇവർക്കുണ്ടാകും. ഇനി അടുത്തതായിട്ട് ഇവരുടെ പ്രണയവും വിവാഹവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. എം എന്ന അക്ഷരക്കാർ പ്രണയത്തില് വളരെ സത്യസന്ധരായിരിക്കും. ഒരാളെ സ്നേഹിച്ചാൽ ജീവിതം മുഴുവൻ അവരെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ. വിശ്വാസം വളരെ പ്രധാനമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾ. എളുപ്പത്തിൽ വികാരം പ്രകടിപ്പിക്കില്ല എന്നുള്ളതും നിങ്ങളുടെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. ഇനി വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന, മുൻഗണന നൽകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. പങ്കാളിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്ന, അതുപോലെ തന്നെ പങ്കാളിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ അഹങ്കാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. വികാരപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ വിവാഹത്തിന് ശേഷം ജീവിതം സ്ഥിരത നേടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തോട് ശക്തമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരിക്കുന്ന, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളായിരിക്കും. കുടുംബത്തിന്റെ രക്ഷകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഉത്തരവാദിത്വ ബോധം കൂടുതലായിരിക്കും. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ നിയന്ത്രണ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പറയാം. എം എന്ന അക്ഷരക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം അതിരുകടന്ന ചിന്തയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങളുടെ മനസ്സിനെ അത് സാരമായിട്ട് ബാധിക്കും. നിങ്ങളുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ കോപം, ഇത് ബന്ധങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും. അതുപോലെ തന്നെ വിശ്വാസ പ്രശ്നം, പലരെയും വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്. ഇതുമൂലം ആളുകളോട് തുറന്നു പെരുമാറാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നിങ്ങളുടെ ജീവിതത്തിലെ ശനി പരീക്ഷണങ്ങൾ കാരണം എപ്പോഴും വിജയം വൈകിയേ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശ്രമം ഉപേക്ഷിക്കാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് സമയമെടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ കർമ്മഫലവും ആത്മീയ വളർച്ചയെയും കുറിച്ച് പറയാം. എം എന്ന അക്ഷരക്കാർക്ക് പൂർവജന്മ കർമ്മ സ്വാധീനമുണ്ടാകും. ആത്മീയതയിലേക്കുള്ള ഒരു ആകർഷണം നിങ്ങൾക്കുണ്ടാകും. ക്ഷേത്ര ദർശനത്തില് നല്ല രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും ഇതില് 90% ആളുകളും. ധ്യാനത്തിലൂടെ മനഃശാന്തി നേടാൻ കഴിയുന്ന ആളുകളായിരിക്കും നിങ്ങൾ. ജീവിതത്തിലെ കഷ്ടതകൾ ഇവരെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കും എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ചില വാസ്തുനിർദ്ദേശങ്ങൾ പറയാം. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കുക. വെള്ള നിറം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടില് വെള്ളി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ജലതത്വം ശക്തമാക്കുക. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന ജ്യോതിഷ പരിഹാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം തിങ്കളാഴ്ച പ്രാർത്ഥനയാണ്. തിങ്കളാഴ്ച ദിവസം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ധ്യാനം ചെയ്യുക, ദാനം ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ചന്ദ്രശക്തി വർദ്ധിപ്പിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുക. വെള്ളി ആഭരണങ്ങൾ ധരിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു വെള്ളി മോതിരമെങ്കിലും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യകാലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെ പരീക്ഷണ കാലമായിരിക്കും. 26 മുതൽ 32 വയസ്സ് വരെ വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 33 മുതൽ 45 വയസ്സ് വരെ വളർച്ചയും നേട്ടങ്ങളുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. 40 കഴിഞ്ഞാൽ സ്ഥിരതയും മാന്യമായിട്ടുള്ള സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് എം എന്ന അക്ഷരത്തില് പേര് തുടങ്ങുന്നവരുടെ ജ്യോതിഷ രഹസ്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു.
നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരത്തെക്കുറിച്ചും അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആദ്യാക്ഷരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.